കുട്ടികളിൽ ഓട്ടിസം സ്ഥിരീകരിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിൽ ഒന്നാണ്. രോഗലക്ഷണങ്ങളിൽ പ്രകടമാകുന്ന വ്യതിയാനങ്ങളാണ് ഇതിന് പിന്നിലെ കാരണം. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ രോഗാവസ്ഥ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധനകളോ മറ്റോ ഇതുവരെ കണ്ടെത്തിയിട്ടുമില്ല. എന്നാൽ കുടലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യം പരിശോധിച്ച് ഓട്ടിസം സ്ഥിരീകരിക്കാനാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ. ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നിവയുൾപ്പെടെയുള്ള സൂക്ഷ്മാണുക്കളായ കുടലിലെ മൈക്രോബയോട്ട അല്ലെങ്കിൽ മൈക്രോബയോമിനെ കേന്ദ്രീകരിച്ചാണ് പഠനം. ഓട്ടിസം ബാധിച്ചതും അല്ലാത്തതുമായ 1 മുതൽ 13 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് ശേഖരിച്ച 1600 വിസർജ്യ സാമ്പിളുകളാണ് പഠനത്തിനായി ഉപയോഗിച്ചത്. മൈക്രോബയോമിൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട 31 മാറ്റങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് തെളിയിക്കുന്നത് ബ്രെയിൻ സ്കാൻ, ജിനോം സീക്വൻസിംഗ് എന്നിവയ്ക്ക് പകരം രോഗാവസ്ഥ കണ്ടെത്തുന്നതിനായി ഈ സാധ്യത ഉപയോഗിക്കാമെന്ന് ബാംഗ്ലൂരുവിലെ SKAN റിസർച്ച് ട്രസ്റ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടറായ ഡോക്ടർ യോഗേഷ് സുഷെ പറയുന്നു. കുടലിലെ മൈക്രോബയോം അമിതവണ്ണം, പ്രമേഹം, പാർക്കിൻസൺസ് പോലുള്ള നാഡീ സംബന്ധമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഓട്ടിസത്തിന്റെ കണ്ടെത്തലിനും ഇത് ഉപയോഗിക്കാവുന്നതാണെന്നും യോഗേഷ് കൂട്ടിച്ചേർത്തു. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ പരിശോധനയും വിപുലമാണെന്നാണ് പൂനെയിലെ KEM ആൻഡ് ജഹാംഗീർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനായ ഡോക്ടർ അർച്ചന ഗാദം പറയുന്നത്. രോഗമായല്ല, ഒരവസ്ഥയായാണ് ഓട്ടിസത്തെ കണക്കാക്കുന്നത്. തലച്ചോറിലെ ചില വ്യത്യാസങ്ങൾ മൂലമുണ്ടാകുന്ന വികസന വൈകല്യമാണ് ഓട്ടിസം. കുട്ടികളിൽ 3 വയസ്സിന് മുൻപേ ഇത് ആരംഭിക്കുകയും ജീവിതത്തിലുടനീളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ലോകമെമ്പാടും ഓട്ടിസം ബാധിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ കുട്ടികൾ ഓട്ടിസം രോഗനിർണയം നടത്തുകയും ചികിത്സ സ്വീകരിക്കുകയും ചെയ്യുന്നതായി CDC കണക്കുകൾ വ്യക്തമാക്കുന്നു. 100 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം സ്ഥിരീകരിക്കുന്നുണ്ട്. കുട്ടികൾ പ്രകടമാക്കുന്ന സ്വഭാവ വ്യത്യാസത്തിലൂടെയാണ് ഓട്ടിസം ഉണ്ടെന്നും ആദ്യം മനസ്സിലാക്കുന്നത്. ഓരോ കുട്ടിയിലും ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഓട്ടിസം ബാധിച്ച കുട്ടികൾ ആദ്യകാലങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നോക്കുകയോ ഇടപഴകുകയോ ചെയ്യാറില്ല. പ്രതികരണശേഷിയും കുറവായിരിക്കും. അച്ഛനമ്മമാരോട് പോലും അടുപ്പം കാണിക്കുകയോ പരിചയത്തോടെ ചിരിക്കുകയോ ചെയ്യാറില്ല. സംസാര വൈകല്യവും കുട്ടികളിൽ പ്രകടമാകാറുമുണ്ട്. ആദ്യം സംസാരശേഷിയുള്ള കുട്ടികളിലും ചിലപ്പോൾ പതിയെ സംസാരം കുറയും. ചില ഓട്ടിസം കുഞ്ഞുങ്ങൾ തങ്ങളോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുകയില്ല. എന്നാൽ ചില കുട്ടികൾ അപരിചിതരോട് പരിചിത ഭാവത്തിൽ പെരുമാറാറുമുണ്ട്. ഒരു പ്രകോപനവും കൂടാതെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. ഒരു കാരണവുമില്ലാതെ ചിരിക്കുക, കരയുക, കോപിക്കുക, വാശി പിടിക്കുക എന്നീ സ്വഭാവവും ഓട്ടിസം ലക്ഷണങ്ങളുള്ള കുട്ടികളിൽ കാണാം. ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള തെറാപ്പികൾ നൽകുന്നുമുണ്ട്. സ്പീച്ച്, ബിഹേവിയറൽ തുടങ്ങിയ തെറാപ്പികൾ ഇവയിൽ ചിലതാണ്. ഓട്ടിസമുള്ള കുട്ടികൾ മാറ്റിയെടുക്കേണ്ട സ്വഭാവ രീതികൾ കണ്ടെത്താനും ഇവരിൽ വളർത്തിയെടുക്കേണ്ട കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും തെറാപ്പിസ്റ്റുകളുടെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണവും ആവശ്യമാണ്. നേരത്തെയുള്ള പരിശീലനം, പ്രത്യേക വിദ്യാഭ്യാസം, ബിഹേവിയർ തെറാപ്പികൾ, കുടുംബത്തിന്റെ പിന്തുണ എന്നിവയിലൂടെ ഈ കുട്ടികളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും.